ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നന്മയുടെയും സമൃദ്ധിയുടെയും 1000 ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഹോട്ടൽ RB പാലസ് നെയ്യാറ്റിൻകര. ഇവിടെയാണ് ഞങ്ങൾ ഓണസദ്യ മുൻകൂട്ടി ബുക്ക് ചെയ്തത്. റിസപ്ഷനിൽ നിന്നും സെക്കൻഡ് ഫ്ലോറിലായിരുന്നു അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ വന്നപ്പോൾ അവിടെ തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. RB പാലസ് അവിടെ ഒരാൾക്ക് 369 രൂപ അങ്ങാണ് സദ്യക്ക്. എന്തായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ സമയം വന്ന സമയത്ത് ഞങ്ങൾ സദ്യ കഴിക്കാൻ കയറി. കഴിഞ്ഞ 2 വർഷമായിട്ട് കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും സദ്യ ഞങ്ങൾ വീട്ടിൽ ഒരുക്കിയിട്ടില്ല. കാരണം എൻ്റെ അച്ഛൻ ഞങ്ങൾ വിട്ടുപിരിഞ്ഞിട്ട് ഈ സെപ്റ്റംബർ 26 2 വർഷമാകുകയുള്ളൂ. അച്ഛനുള്ള സമയത്ത് അവസാനമായിട്ട് ഒരുക്കി തന്ന സദ്യ അത് എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഉണ്ട്. 2 വർഷത്തിന് മുന്നേയുള്ള ഓണസദ്യ. സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയതൊക്കെ കണ്ടപ്പോൾ. കാരണം എൻ്റെ അച്ഛനാണ് രാവിലെ എണീറ്റ് 12 മണിക്ക് മുന്നേ സദ്യ എല്ലാം ഒരുക്കി ഞങ്ങൾക്ക് വേണ്ടി ഒരു വിളമ്പിത്തരുന്ന അവരിത്. എന്തായാലും അച്ഛനെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ഓണസദ്യ കഴിക്കാനിരുന്നു. അപ്പോഴത്തേക്കും അവിടെ ഇലയൊക്കെ ഇട്ടു. ഉപ്പേരി, വറ്റൽ, പപ്പടം, പഴം, ഉണ്ണിയപ്പം, പിന്നെ നമ്മുടെ അച്ചാർ ഐറ്റംസ് എല്ലാം ഉണ്ട്. അങ്ങനെ വിളമ്പി കുറച്ച് കഴിഞ്ഞപ്പോൾ എങ്ങനെ വീഡിയോ എടുക്കുന്നൊരു ചമ്മലുണ്ടായിരുന്നു. എന്തായാലും ഒരു ധൈര്യം സംഭരിച്ച് നമ്മുടെ വ്ളോഗിന് വീഡിയോ വേണമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് വീഡിയോ എടുത്തത്. പിന്നെ കാരണം വെച്ചാൽ എല്ലാവരും ചുറ്റും നോക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നമ്മൾ അയ്യോ ഇതെന്താണ് ഒരു ആൾ വന്ന് വീഡിയോ എടുക്കുന്നത്, അവർക്ക് അറിയത്തില്ലല്ലോ നമുക്ക് വിജയ് രമേശ് വ്ളോഗ് എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും നമ്മുടെ വിജയ് രമേശ് വ്ളോഗിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ എന്താ പറയേണ്ട ഓണാശംസകൾ നേരുകയാണ്. ഇത് കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരൻ എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ മക്കളത് സദ്യ കഴിക്കുന്നു. ഞാൻ ആദ്യമേ കഴിച്ചു തീർത്തു. കാരണം എൻ്റെ മാമൻ മരിച്ചു പോയിട്ടൊരു മാമനുണ്ട്, കരുണാകരൻ മാമൻ. ആ മാമൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ സദ്യ കഴിക്കണമെന്നുള്ളത്. അപ്പോൾ അത് കാരണം അതേ രീതിയിൽ ഞാൻ കഴിച്ചു. ഞാൻ ആദ്യം കഴിച്ചു തീർത്തു. പിന്നെ അവിടെ നിന്നൊരു കുട്ടി വിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങൾ അങ്ങനെ കഴിച്ചിട്ട് ഇറങ്ങിയ സമയത്ത് റിസപ്ഷനിൽ ഒരു കുഞ്ഞത്തം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സമയം കിട്ടാത്ത കാരണമാണ് ഒരു ചെറിയ അത്തം ഇട്ടെന്ന് പറഞ്ഞാൽ. എന്നാൽ അവിടെ നിന്നും കുറച്ച് പിള്ളേർ റീൽസും വീഡിയോസും ക്ലിപ്പിങ്ങൊക്കെ എടുത്തു. പിന്നെ നല്ല വെയിലുമായിരുന്നു ഉച്ച സമയത്ത്. പിന്നെ അത് കാരണം ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു. ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അങ്ങനെ ഞങ്ങൾ എന്താ പറയേണ്ടത് മനസ്സൊക്കെ നിറഞ്ഞു. വിഷമങ്ങളും എല്ലാവർക്കും അങ്ങനെയാണല്ലോ. ഒരു ദുഃഖമുണ്ടെങ്കിൽ ഒരു സന്തോഷമുണ്ട്, ഒരു സന്തോഷമുണ്ടെങ്കിൽ ദുഃഖമുണ്ടെന്ന് പറയും പോലെ ഞങ്ങളുടെ സന്തോഷത്തിന് പിന്നിൽ എപ്പോഴും ഞങ്ങളുടെ അച്ഛൻ നഷ്ടപ്പെട്ടു പോയ ദുഃഖമുണ്ട്. എങ്കിൽ തന്നെയും എന്താ പറയേണ്ടത് സദ്യ കഴിച്ച് ഞങ്ങൾ വരുന്ന വഴിക്ക് കുറച്ച് അത്തങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ എത്രയും വേഗം വീട്ടിൽ വരണം. കാരണം നമ്മുടെ യാമി, റോക്കി, ബബ്ലു, സിംബ ഇവർക്കൊക്കെ ഫുഡ് കൊടുക്കാതാണ് നമ്മൾ പോയത്. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാൻ വരണം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വന്നു. നമ്മുടെ വ്ളോഗിനും ഒരു വീഡിയോ വേണമല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഒരു ഹറിബറി ഡേയ്സാണ് സത്യം 2-3 ദിവസം. അതെന്താണെന്ന് അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി ഉടൻ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നിങ്ങളെ കണ്ട എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ഓണം ആശംസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. ഇത്തവണ ഓണം ആഘോഷിക്കാത്തവർക്ക് അടുത്ത വർഷം ഓണം ആഘോഷിക്കാനുള്ള സർവശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥനയോടെ. ഓക്കെ, ബൈ ബൈ.